ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു കഷ്ണം കപ്പ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 2 കിലോ കപ്പ മേടിച്ചതാണ്. അപ്പോൾ അത് ഞങ്ങൾ എടുത്ത് പുഴുങ്ങാൻ നോക്കിയപ്പോൾ ഇത് കൂടുതലായിപ്പോയി. അത് പോരണം ഞാൻ മാറ്റി വെച്ച്. ഇതൊന്ന് അപ്പന് പുഴുങ്ങി കൊടുക്കാം. അപ്പന് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് കപ്പ പുഴുങ്ങി കൊടുക്കട്ടെ അപ്പനോട് ചോദിച്ചു നോക്കാം കേട്ടോ. പോയി അപ്പനെനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കഷ്ണം കപ്പയുണ്ട്, അപ്പന് പുഴുങ്ങി തരട്ടെ? എവിടെന്നാ കിട്ടിയേ? പിള്ളേരെ കിഴക്കമ്പലത്ത് പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാ. അപ്പോൾ ഒരു കഷ്ണം ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായി. അതാ എന്നാ പുഴുങ്ങ്, ഒരു കഷ്ണം കഴിക്കാം. അന്ന് ഇപ്പം തന്നെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ പുഴുങ്ങാൻ പോവാ. ഇപ്പം തന്നെ കൊണ്ടുവരാം. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാലേ ഇത് പോകും. അപ്പോൾ അത് പറഞ്ഞത് അപ്പന് പുഴുങ്ങി കൊടുക്കാം. അപ്പനാണെങ്കിൽ കപ്പയും ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിന് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ. ഞങ്ങളുടെ പറമ്പിൽ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായതാ. ഇപ്പം ഒന്നുമില്ല. ഇനി കല്ല് വെട്ടിപ്പോയത് കാരണം കൊണ്ടേ പശമണ്ണായതുകൊണ്ട് ഒന്നും നട്ടാലും ഉണ്ടാവണില്ല. അപ്പം അപ്പനിത് പുഴുങ്ങി കൊടുക്കാം. അപ്പം നമ്മൾ അപ്പന് വേണ്ടി പുഴുങ്ങിയ കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അപ്പന് കൊടുക്കാം കപ്പ. എന്നുവെച്ചാൽ കപ്പ ഇത് ഇറച്ചിക്കറിയാ. കാന്താരി മുളകൊന്നും ഉണ്ടായില്ല. അതൊരു ചമ്മന്തി ആയിരിക്കും. ഇപ്പൊ വെയിലല്ലേ, വെയിലായതുകൊണ്ട് കാന്താരി മുളകൊന്നും ഇല്ല. അത് പറഞ്ഞിട്ട് ഇത് മതി. അച്ഛൻ കഴിക്ക്, ഒരു കഷ്ണം കഴിച്ചിട്ട് നോക്കിയേ നല്ലതാണോ നോക്കിയേ. എടുത്ത് കഴിച്ചു നോക്കിയേ നല്ലതാണ്. കപ്പ അച്ഛന് പറ്റുമെന്ന് തന്നാൽ പല്ലില്ലല്ലോ. നല്ലോണം വേവിച്ചിട്ടുണ്ട് ഞാൻ. നല്ലതാണോ? അങ്ങനെ ഒരു കഷ്ണം എടുത്ത് തിന്നിട്ട് അപ്പൻ്റെ കൂടെ അടിയിൽ വെച്ചോ. ഇതിന് നല്ലത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഈ ചൂട് സമയത്ത് കാന്താരി മുളകൊന്നും ഇല്ല. ഇപ്പം ഞങ്ങളൊക്കെ പറമ്പിൽ കാന്താരി മുളക് ഇഷ്ടംപോലെ ഉണ്ടായതാ. അത് കാരണം കൊണ്ട് ബീഫ് കറി ഉണ്ടാക്കി കൊടുത്തത്. എന്നാൽ തിന്നോ, പൊക്കി പിടിക്കണ്ട, അടിയിൽ വെച്ച് തിന്നോ. അതെടുത്ത് തിന്നു. അച്ഛന് പറ്റിയ കപ്പയാ, പല്ലില്ലാത്ത.